ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ ഗൂഡല്ലൂർ വഴി മസനഗുഡിയിലൂടെ ഊട്ടി, കിണ്ണക്കോരൈ എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഒരു റോഡ് ട്രിപ്പ്. ആറ് 51 എടക്കര എത്തിയിട്ടുണ്ട്. എടക്കരന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് ഹോട്ടലുകൾ നോക്കി ഒന്നുമില്ല. ലാസ്റ്റ് ചെറിയൊരു തട്ടുകട, അത് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണം തന്നെയാണ്. ഇതിൻ്റെ മുന്നേയും കഴിച്ചതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് നിർത്തിയതാണ് ഇവിടെ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ കടയിലേക്ക് കയറുകയാണ്. അതിരാവിലെ ഗൂഡല്ലൂരുള്ള കാഴ്ചയാണ് കേട്ടോ. തിരക്കുകൾ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ആളുകൾ കടകളൊക്കെ തുറന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ. സുൽത്താൻ ബത്തേരി, ദേവർചോല, പാട്ടവയൽ, കണ്ണൂർ, അത് ഗൂഡല്ലൂരിന്ന് ആ സൈഡിലേക്ക്. നമുക്ക് പോകേണ്ടത് മുതുമല ടൈഗർ റിസർവിന്റെ സൈഡിലേക്കാണ്. മുതുമല ടൈഗർ റിസർവിലേക്ക് കടക്കുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് ടൗണാണിത്, തൊറപ്പള്ളി. ഇവിടെ നിന്നാണ് എൻട്രി ചെയ്യണത് മുതുമല ടൈഗർ റിസർവിലേക്ക്. ഇതാ അതിന്റെ ഗേറ്റാണ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ കാട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മൃഗങ്ങളെ കാര്യങ്ങളിൽ. അല്ല മോനോ, നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയൂല. കണ്ട നമുക്കും ഭാഗ്യം. ടൈമിംഗ് ആണ്. അപ്പൊ നമ്മൾ മൃഗങ്ങളെ കാണണമെന്ന് വിചാരിച്ചിട്ട് കുറെ രാവിലെ ഇറങ്ങി പുറപ്പെട്ടിട്ടും കാര്യമില്ല. അതിനും വേണം ലക്ക്. മാനുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഫസ്റ്റ് തന്നെ കണ്ട കാഴ്ചയാണ്. മാനുകൾ എങ്ങനെയാലും കാണും ഇവിടെ. ഒരുപാട് മാനുകൾ ഇവിടെ. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് പുല്ലൊക്കെ നല്ല പച്ചപ്പുല്ല് ഉഷാറായിട്ട് കിടക്കാം. ഉഷാറായിട്ട് കഴിക്കണം അവര് പുല്ലൊക്കെ. മാൻ കൂട്ടം തന്നെ. ഇവിടെ മസനഗുഡി 36. അങ്ങനെ മുതുമലയിൽ നിന്നും മസനഗുഡി സൈഡിലേക്കുള്ള ബ്രിഡ്ജ് കയറാണ്. ഇവിടെയാണ് അല്ലേ തൊപ്പേക്കാട് എലിഫന്റ് ഫീഡിംഗ് ക്യാമ്പ് എല്ലാം കണ്ട് മുകളില്. അതെ, ഇവിടെയാണ് ഇത് നമ്മളെ തൊപ്പേക്കാട് എലിഫന്റ് ഫീഡിംഗ് ക്യാമ്പ്. അതിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇതാ അത് തുടങ്ങിയിട്ടുള്ളൂ. അതാ സ്റ്റാർട്ട് ആണുള്ളൂ. ആളുകളൊക്കെ എൻട്രി ചെയ്യുന്നുള്ളൂ. ഇവരെ വേണമെങ്കിൽ കാണാം, നമ്മള് കണ്ടല്ലേ. അതെ, ആനക്ക് ഇതേപോലെ ഈ ശർക്കര, തേങ്ങ, ചോറൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ബോട്ടിൽ ആനക്കുണ്ടാവും. ഈ മസനഗുഡി റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റേ നേരമായിട്ടുള്ള റോഡല്ലേ മനു, അത്ര വീതി കുറവാണ്. പക്ഷെ എന്താ പറഞ്ഞാൽ കാഴ്ചകള് മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് ഉഷാറാണ്. ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് റോഡിന്റെ രണ്ട് സൈഡിലുള്ളത്. അങ്ങനെ ഈ പാസ് എടുക്കേണ്ടി വരും നമുക്ക്. മരം വീണതാണ്. മരം വീണത് പിന്നെ കട്ട് ചെയ്താ കേട്ടോ, കൊമ്പ് വീണതാ. നല്ല അടിപൊളി കാടാണിത്, മസനഗുഡി സൈഡിലേക്ക് പോണേ. അങ്ങനെ കാട്ടുപോത്തിനെ കിട്ടിട്ടോ നമുക്ക്. ഒരുപാട് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്, ഫാമിലി ആയിട്ട്. ചെറിയ കുട്ടികളുണ്ട്. ഇതൊരു ഭാഗ്യം തന്നെ അല്ലേ. ഇത് വളരെ റയറായിട്ട് കിട്ടുമല്ലോ നമുക്ക്. ആ ചിലപ്പോഴൊക്കെ കാണാൻ പറ്റില്ലുള്ളൂ. എന്തായാലും അത് കാണാൻ കഴിഞ്ഞ്. ആ കാണുന്ന നോക്കി അവിടെ ഉള്ളതാണ് ഏറ്റവും നല്ല സീസൺ. ആ ഒറ്റക്ക് ആ കറുപ്പ് വെള്ളിയിലെ അതുകൊണ്ട് ഈ സൈഡിലുള്ളതുണ്ട്. അത് മാത്രല്ലടാ, അവിടെ ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കുറെ ഉണ്ട് കണ്ടോ, ആ സൈഡിലൊക്കെ. അതെ, കുട്ടികളൊരു 3-4 ഉണ്ടല്ലേ കണ്ടോ. അതെ, മസനഗുഡി ടൗണിലെത്തി നമ്മള്. ഇതാണ് മസനഗുഡി ടൗണ്. മുത്തുമലയ്ക്കും ഊട്ടിക്കും ഇടയിലുള്ള ഒരു ഏക ടൗണ്, ചെറിയ ടൗണ്. ബാക്കിയൊക്കെ ഫോറസ്റ്റ് ആണ്. ആ സീങ്കാരെന്നൊക്കെ ഉൾഗ്രാമാവും. ഒഴിക്കാക്കിനെ കാണാം, എന്താ അറിയില്ല. ആ സ്ട്രൈറ്റ് നമുക്ക് ഊട്ടിയിലേക്ക് സ്ട്രൈറ്റ് പോവാ. ഒരു 26 കിലോമീറ്റർ അല്ലേ, അല്ല പറഞ്ഞേ 29 കിലോമീറ്റർ മസനഗുഡിന്ന് ഊട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ചെറിയൊരു ടൗണ് അല്ലേ. തോന്നൂല. അതായത് ഈ മുതുമലൈന്റെ ഇടയിലുള്ള ഏകൊരു ടൗണാണിത് ഊട്ടിയിലേക്ക് പോകുമ്പോഴുള്ള. ആ വള്ളികള് കാര്യങ്ങള് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജനവാസ മേഖലയല്ലേ. അല്ല അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതാണ് കേട്ടോ ഈ മസനഗുഡി വഴി വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഈ ഒരു കാഴ്ച നമുക്ക് സാധാ വഴി കൂടല്ലൂർ വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റില്ല. ഇതിൽ മലനിരകളൊക്കെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. അതുപോലെ തന്നെ താഴ്വാരങ്ങളും. കാട്ടുപോത്തല്ല, അത് നാട്ടുപോത്താണ്. നാട്ടുപശുക്കള്. ആ ചെറിയൊരു ടൗണോട് വരുന്നുണ്ടല്ലേ അതിന്റെ ഇടയില്. ചെറിയൊരു അങ്ങാടി ഉണ്ട് ഇവിടെ മസനഗുഡി കഴിഞ്ഞതിന്റെ ശേഷം. എന്താണ് ഇപ്പൊ ഇതിന്റെ പേര് വരുന്നത് നോക്കട്ടോ. ബോർഡുമേല് നോക്കിയാൽ അറിയാൻ കഴിയും. ഒന്നും എഴുതിയില്ല. എന്തായാലും ഇത് മസനഗുഡിന്റെ അടുത്തുള്ള ചെറിയൊരു ടൗണ്. ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള. ഇനി ഏതായാലും ഇനി അടുത്ത് ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ടൗൺ ഊട്ടി തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ഒരു രക്ഷിച്ചിട്ടോ വ്യൂ ഒന്നുമായി. വെറുതെ ഈ റോട്ടിലൂടെയുള്ള യാത്ര തന്നെ പോരെ മുതലാകാന്. ഒരു മൃഗങ്ങളും ഒന്നും വേണ്ട. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതെ വഴികളും കാഴ്ചകളും നമുക്ക് ഈ മസനഗുഡി വഴി പോകുമ്പോ കാണാൻ പറ്റുക. മരങ്ങളൊക്കെ പ്രത്യേക ടൈപ്പ് ചെറിയ മരങ്ങള് ഉണ്ടല്ലേ റോഡ് സൈഡിലൊക്കെ.
മുതുമലയിലാണെങ്കിൽ നമ്മൾ വലിയ വലിയ ഹൈറ്റുള്ള വലിയ മരങ്ങളെ കാണാം. പക്ഷെ ഇവിടെ ചെറിയ ചെറിയ മരങ്ങളും നല്ല താഴ്വാരങ്ങളും മലനിരകളും ഒക്കെ ആയിട്ട് എന്നുള്ള വ്യൂകളാണ്. അതെ, പഴക്കണ്ടതല്ലേ, പക്ഷെ ഹൈറ്റില്ല. നമ്മള് ബോൺസായി മരങ്ങളൊക്കെ ഉണ്ടല്ലോ ചെയ്തേ, അതുപോലുള്ള മരങ്ങളാണ് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുക. വ്യൂ ഒക്കെയാ റോഡിന്റെ. അതെ, ഈ റൂട്ടില് കഴിഞ്ഞില്ലേ? എയർപിൻ 36 എയർപിൻ ബെൻഡുകളുള്ളത്. മസനഗുഡി വഴി ഊട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ 36 എയർപിൻ ബെൻഡുകൾ ഇതുപോലെ കയറിട്ട് പോകണം. ചെറിയ ചെറിയ ബെൻഡുകളാണ്. എന്താണ് ഭയങ്കര കുത്തനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇറങ്ങുമ്പോ കൊടുക്കണം, കാരണം അതെ ഇറങ്ങുമ്പോ അമ്പ് കൊടുക്കുന്നു. കാരണം ബ്രേക്ക് കിട്ടണമെങ്കിലേ ഹെവി വാഹനങ്ങളൊക്കെ വരുമ്പോ, ഹെവി വാഹനങ്ങൾ ഇതിൽ കൂടെ പെർമിഷൻ കേട്ടോ. ഇതിനെന്താ പറയാ മനു? എയർ സെൻസർ പോന്നപ്പോ സൗണ്ട് ഇങ്ങനെ വരികയാണ് എന്ന് പറഞ്ഞിട്ട്. $13 കിലോമീറ്റർ അല്ലേ? നീ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ഉദകൈ 13. ഇവിടെ ചായക്കട കണ്ടിട്ടോ, പോയോക്ക. ഇനി 12 എയർപിന്നും കൂടി ഉണ്ട്. എയർപിൻ ആൾറെഡി 36 ഇനി 12 ബാക്കിയുണ്ട്. അങ്ങനെയാണ് ഇവിടെ എഴുതിയത്. ചായ എടുക്കണോ മനു? ചെറിയൊരു ചായ. ചായ് 3 ചായ അല്ലേ? എന്ത് അല്ല, എന്തായാലും നിർത്തിയതല്ലേ. വീഡിയോ നിങ്ങളെ തമിഴ്നാട്ടിലെ ചായ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അല്ലേ? സൂപ്പർ ആയിരിക്കും അല്ലേ? ഊട്ടിയിലെ ഏതോ ഒരു ഗ്രാമം. ഊട്ടിയിൽ എത്തിയില്ല, ഒരു 15 കിലോമീറ്റർ ഉണ്ടാവില്ല ഇനി. ചെറിയ ഗ്രാമം. പ്രത്യേക ടൈപ്പ് ഒരു കളറിലെ ഒരു ഗ്രീനിഷ് അല്ലേ? വേറെ ടൈപ്പ് ഒരു ഗ്രീനി. ആ പച്ചന്റെ ഇടയിൽ വേറെ ടൈപ്പ് ഒരു പച്ച. മുകളില് ഡ്രസ്സൊക്കെ അലക്കിടല്ലേ, വെയിലായതുകൊണ്ട് വരി. ചായ ഉണ്ടാക്കിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചായക്കട, വളവിലുള്ള അമ്മച്ചി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. ചായയുടെയോ?
തമിഴ്നാട് ചായ. മാനോ ചായ ചായ കുടിച്ചോ, നല്ല ചൂടാ. ഒന്ന് പിടിച്ചാ ഒരു മിനിറ്റ്. അടിപൊളി ചായ കേട്ടോ, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ചായ. ലേശം ഉള്ളൂ ചെറിയ ഗ്ലാസ്സിൽ, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. അതിലേറെ രസകരമായൊരു ലൊക്കേഷനാണ്. അവിടെ നിന്നാണ് ഈ ചായ കുടിക്കണേ. ഇത് കണ്ടോ, ഇങ്ങനെ ഫ്ലവറിൻ്റെ വള്ളിക്ക് പോകുന്നുണ്ട് തലൻ്റെ മേലെ കൂടെ, പന്തൽ പോലെ. എയർ പിൻ എത്ര 12 അല്ലേ? 12, അതെ 12. ഓടണ്ട കേട്ടോ, ഓടരുതിട്ടോ. അങ്ങനെ ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും അല്ലേ യാത്ര ആരംഭിക്കുകയാണ്. ഊട്ടി യാത്ര. ഊട്ടി എന്നെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണ്ട നമുക്ക്. ഊട്ടി മാത്രമല്ല, ടൈം ഉണ്ടെങ്കിൽ കിണ്ടക്കോര അല്ലേ, പിന്നെ എന്തിന് മേട്ടുപ്പാളയം, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു റോഡ് ട്രിപ്പായിട്ട് ടൈമിനനുസരിച്ചിട്ട്. അതെ, അതെ നമ്മളിതൊരു പ്ലാനിങ് ഇല്ലാത്ത യാത്രയാണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെ, ഇനി ഇതിലും വലിയ എന്താ അനുഭവമാണ്. അങ്ങനെ അവസാനം നമ്മൾ ഊട്ടിയിലെത്തി അല്ലേ? ഊട്ടിയിലെത്തി. ഊട്ടിയിൽ നോക്കുമ്പോ നല്ല മഴ, ശക്തമായ മഴ. ശക്തമായ മഴ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ചെറിയൊരു മഴ, പക്ഷെ മഴ കൂടാൻ സാധ്യതയുണ്ട്. ഊട്ടിയിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറണം അല്ലേ? ഒരു സ്ഥലമെങ്കിലും കണ്ടിട്ട്, റോഡ് ട്രിപ്പ് ആണെങ്കിൽ പോലും ഒരു സ്ഥലം നമ്മൾ അറ്റ്ലീസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്തിട്ട് പോവാം. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള റോട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് തീരാൻ പോവാണ് കുഞ്ഞു വണ്ടി. കുട്ടന്റെ ഊഴമാണ് ഇനി. ഇപ്പൊ കുട്ട ഈ റോഡാണ് ഗാർഡനിക്കുള്ള, ബൊട്ടാണിക്കൽ ഗാർഡനിക്ക് താഴേക്ക് അല്ലേ ഗാർഡൻ. 600 മീറ്റർ, 6 കിലോമീറ്റർ. എത്രയോ പ്രാവശ്യം നമ്മൾ വന്ന റൂട്ടുകളല്ലേ അതൊക്കെ. ആളുണ്ട് ഇട്ടപ്പോഴും ടൂറിസ്റ്റുകളൊക്കെ, പക്ഷെ ആ റഷ് ഇല്ല. കുറച്ചും കൂടെ മുന്നിൽ പോകണം. അത് ഈവനിങ് ടൈമിൽ, വീക്കെൻഡിലൊക്കെയാണ് ഇവിടെ കൂടുതൽ റഷ് അനുഭവം. ഭയങ്കര തിരക്കുണ്ടാല്. അതായത് ഈ പാസേജ് ഉണ്ടല്ലോ പെഡസ്ട്രിയൻ വാക്കിന്റെ അവിടെയൊക്കെ ഫുള്ള് തിരക്കുണ്ടാകുക. ഇത് ഷോപ്പുകളൊക്കെ ഇങ്ങനെ തുറക്കുന്നേ ഉള്ളൂ കേട്ടോ, കണ്ടില്ലേ? ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കണേ ഉള്ളൂ. ഇതാണ് അതിന്റെ എൻട്രൻസ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ. നമുക്ക് ഇവിടെ പാർക്കിംഗ് ചെയ്യണം ആദ്യം. വണ്ടി മുകളിലേക്ക് പോവാ, ലേശം മുകളിലേക്ക് പോവാ. അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വരാം. അങ്ങോട്ടേക്കാണല്ലോ ഇട്ടേ. എന്നിട്ട് മുകളിലേക്ക് കയറാം. ഇവിടെയാണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് എന്താ ചെയ്യാം, നമുക്ക് ബൈ വാക്ക് ഇവിടെ തന്നെ ആള് വരുന്നുണ്ട്. എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാം. ടൈം ഏകദേശം ഒരു 10:15 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്കൊന്നുമില്ല. ആളുകൾ എത്തുന്നേ ഉള്ളൂ. മഴ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്.
അല്ല ഗാർഡനിൽ അവിടെ കയറുന്നത് നമുക്ക് എവിടെയെങ്കിലൊക്കെ കയറിക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ലെങ്കിലും ജസ്റ്റ് ഒരു എൻട്രി അല്ലേ. നമ്മൾ മെയിനായിട്ട് കുട്ടനെ കാണിച്ചു കൊടുക്കുകയാണ് ഗാർഡന്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കുട്ടനെ കാണിക്കുക, അതാണ് ലക്ഷ്യം. അതെ, കടലകളും ഇതൊക്കെ ഇങ്ങനെ വിൽക്കാൻ ആളുകൾ. ഇവിടുത്തെ ടിക്കറ്റ് എടുക്കണം എൻട്രി അല്ലേ? 7 മണി മുതലാട്ടോ ഇവിടുത്തെ ടൈമിങ്. 7 മണി മുതൽ 6:30 വരെ. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മഴയും തുടങ്ങി. ടൂറിസ്റ്റുകളൊക്കെ കുറവാണ്, കാരണം രാവിലെയാണ്, പിന്നെ വീക്കെൻഡും അല്ല. ബൊട്ടാണിക്കൽ ഗാർഡനിലെ മഴ. അവിടെ മുകളിലാണ് കാണുന്നത്. ജസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ റൗണ്ട് അടിക്കല്ലേ. ആകെ മൂഞ്ചി. മഴ പെയ്തു, അതിന്റെ വൈബ് നഷ്ടപ്പെട്ടു. ഊട്ടിയിൽ പിന്നെന്താ പറഞ്ഞാൽ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും പറ്റൂല. അതെ, ആകെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ മെയിൻ അട്രാക്ഷൻ ഈ സാധന, ഈ പുൽമേട്. ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റണേ, അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. വേറെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ. ഈ സാധനം, ഈ കാണുന്ന ഈ സെന്റർ പോയിന്റ്, ഇത്രേ ഉള്ളൂ. അതെന്തായാലും നമ്മൾ കണ്ടു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഫോട്ടോ എടുക്കല്ലേ? ആളൊഴിഞ്ഞ് കിടക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1848 AD. പിന്നെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ 22 ഹെക്ടറാണിത്. പിന്നെ മിനിമം ടെമ്പറേച്ചർ 0 ഡിഗ്രി, മാക്സിമം ടെമ്പറേച്ചർ 28 ഡിഗ്രി എന്നൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡിൽ. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഈ ഗാർഡന്. എന്നിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാ. പോയോക്ക ലൗഡൈൽ അവിടെ എന്തൊക്കെയാണ്, മഞ്ഞൂര്, കൈക്കാട്ടി, ലൗഡൈലി. അങ്ങനെ ഗാർഡനിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും അലക്ഷ്യമായിട്ടുള്ള കറക്കം തുടങ്ങി. അതെ, പുതിയ സ്പോട്ടുകൾ, പുതിയതല്ല ഉള്ള സ്പോട്ട് തന്നെയാണ്. ബോർഡ് കണ്ടിട്ടല്ലോ പോണത്. നമ്മക്ക് പുതിയ സ്പോട്ടുകൾ. അത് ശരിയാ. ചെറിയ രീതിയിൽ എവിടൊക്കെ എന്തൊക്കെ അല്ലെ ചുരുങ്ങിയ ടൈമിന് ഈ റോഡ് ട്രിപ്പിൽ കാണാൻ പറ്റും. ഊട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള അതൊക്കെ മാക്സിമം കവർ ചെയ്യാൻ നോക്കാണ്. രണ്ട് റോഡ് കൺഫ്യൂഷൻ ആക്കി. എന്തായാലും പോയി നോക്കാം. റോഡിലോട്ട് അവിടെ നിന്ന് തിരിക്കാലോ. അടിപൊളി ലൊക്കേഷൻ ഉണ്ട്. അവിടെ നോക്കിയാ ഒരു തേയിലത്തോട്ടം കണ്ടോ.
കാട്ടുപോത്തതോടെ കണ്ടില്ലേ മുകളില് ചായച്ചടി തിന്നുന്ന കാട്ടുപോത്തുകൾ. വെറൈറ്റി കാഴ്ചകളാണ് ഗായ്സ്. വമ്പിച്ച ബ്ലോക്കാണ് ഗായ്സ്. ചോക്ലേറ്റ് ആണ് അവിടെ. ഇതാണ് ചോക്ലേറ്റ് വാങ്ങിയത് കേട്ടോ. ഇത് എത്ര നമ്മൾ വാങ്ങിയത്? ഊട്ടി ചോക്ലേറ്റിന് 100 ഗ്രാമിന് 50 റുപ്യ. 100 ഗ്രാമിന് 50 റുപ്യ. വലിയ സംഭവം വരുന്നുണ്ട്, അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ. അതെ, കുട്ടൻ പറഞ്ഞ പോലെ അടിപൊളിയാണെന്ന് മനസ്സിൽ കരുതിയിട്ട് തിന്നുക. ഈ പൈസക്ക് നമ്മൾ വല്ല വേറെന്തെയും ഡയറി മിൽക്കോ പിന്നെ അതുപോലുള്ള വേറെ ചോക്ലേറ്റുകൾ വാങ്ങി കഴിക്കാണ് ഏറ്റവും ബെറ്റർ. അല്ലല്ല, സത്യം പറയില്ല നമ്മള്. പിന്നെ ജെന്യൂനായിട്ട് പറയാം, നല്ല പൈസന്റെ ചോക്ലേറ്റ് വാങ്ങാണെങ്കിൽ ഓക്കെ, ഇത് പോരാ. അവിടെ കച്ചറ ഇവിടെ ഭയങ്കര പ്രശ്നം. വണ്ടി തട്ടിന്ന് പോയി നോക്കട്ടെ, നമ്മള് രണ്ടടി എങ്ങനെയെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഇടവിട്ട് 2 അടിയൊക്കെ പോയി നോക്കട്ടെ. സംഭവം കേട്ടോ, മുന്നത്തെ ട്രക്കുകാരനും ഈ വണ്ടിക്കാരനും ടക്സോൺ കച്ചറയാണ്. ടുസോൺ ആയിട്ടില്ലേ, രണ്ടാളും വാശി. എന്തായാലും നമ്മളെ വഴി മുടങ്ങി, എന്താ ചെയ്യാ. തമിഴന്മാരായതുകൊണ്ട് നമുക്കിത് ഇടപെടാനും വയ്യ. എന്തേ പറഞ്ഞാണ്ട് ഇനി ഇവിടുന്ന് പ്രശ്നവും ചെയ്യും. എങ്ങനെ പറഞ്ഞേ? അയാളെ കുട്ടിക്ക് സുഖമില്ല അല്ലേ? വണ്ടി മാറ്റിട്ട് റോട്ടിൽ നിന്ന് വണ്ടി മാറ്റിട്ട് കച്ചറ ഉണ്ടാക്കിക്കോളിയും. ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നു. അത് പറഞ്ഞതോടുകൂടി മറ്റാൾ വണ്ടി മാറ്റി. നമുക്ക് എന്തായി, പിന്നെ റോഡ് തുറന്നു കിട്ടി. ആ ലൗഡേൽ ഇതാണ് ലൗഡേൽ കേട്ടോ. ആ കാണുന്ന സ്ഥലം അതാ കണ്ടോ. ഇതൊന്നും ഇല്ല, അതൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ലൗഡേൽ പറഞ്ഞാല്. ആ ടോയ് ട്രെയിൻ വരുന്നേ, അതിനാണ് ഈ ലൗഡേൽ എന്ന് പറയണത്. ആളുകൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ കുറെ. അത്രേ ഉള്ളൂ. ജസ്റ്റ് അത് അവിടുന്ന് തിരിക്കാം, അവിടുന്ന് തിരിക്കാം വണ്ടി. അത് എന്താന്ന് അറിയില്ല. കൈദിയാ, കേതി, മാഞ്ഞൂര്, വേറെന്താണ്, പാലടേ, കണ്ടോ പാലട. പാലടാന്ന് നമുക്ക് വെറുതെ പറയില്ല. കേറ്റി ഇവിടെ കേറ്റി. എവിടേക്കാണ് പോണെങ്കിലൊന്ന് പറഞ്ഞാണ്. കഴിഞ്ഞപ്പോ ലൊക്കേഷൻ കുറച്ചുകൂടി മുന്നിലൊക്കെ കാണിക്കുന്നത്. മഞ്ചൂര്, അപ്പർ ഭവാനി. ഭവാനി ഇവിടെ കേട്ടില്ലേ? എന്താണ് കൊളന്തൈ, ചിന്ന കൊളന്തൈ എടുത്ത് പോവാണ് ബൈക്ക് സ്കൂട്ടറിൽ. ഓ എന്താ അടിപൊളി വ്യൂകളാട്ടോ വഴിയിലുള്ളത്. കാരണം ഏതോ ഒരു കൂനൂർക്കുള്ള റോഡിൽ നിന്ന് ഉള്ള റോഡിലേക്ക് ഞങ്ങൾ കയറി. അപ്പം നല്ല അതിമനോഹരമായ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് റോഡ് സൈഡിൽ. ഇതാണ് വ്യൂ. താഴെ കുറേ വീടുകൾ, തേയിലത്തോട്ടം, അതിൻ്റെ ഇടയിലൂടെയുള്ള കോട. ഇത് നേരിട്ട് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് മൊബൈലിൽ കിട്ടില്ല. പക്ഷെ എന്നാലും കഴിയുന്നത്ര നമുക്ക് മാക്സിമം കാണിക്കാം. ഫൈനലി ലൗഡേൽ വഴി കിണ്ണക്കോരേക്ക് പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ അതുവഴി പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഏതോ ഒരു ഗ്രാമം താഴെ ഈ മലനിരകൾക്ക് താഴെ കിടക്കണ്. അതിൻ്റെയൊക്കെ വീടുകളുടെ കളറ് കണ്ടോ, പല ടൈപ്പിലുള്ള പെയിൻറ്റുകളാണ് അവിടെ അടിച്ചത്. അത് നല്ല ഒരു കാഴ്ച തന്നെയാണ്.
അതിൻ്റെ ഇടയിൽ ഈ പച്ച നിറത്തിലുള്ള പിന്നെ തേയിലത്തോട്ടങ്ങളും കൃഷിയിടങ്ങളുമായിട്ടുള്ള ഒരു വ്യൂ. ഇടക്ക് കോട ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇത് കണ്ടപ്പം വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ദൂരെ ആ വഴിയിലൂടെ കണ്ടോ ട്രക്കുകളും അതുപോലെ ചെറിയ ജീപ്പുകളൊക്കെ ഇങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെ. തേയിലൻ്റെ പ്രത്യേക ടൈപ്പ് സ്മെല്ല്. കാരണം മഴ പെയ്തതുകൊണ്ടേ ഒരു ചായൻ്റെ ഒരു സ്മെല്ല് തന്നെ ഇവിടെ ഈ സറൗണ്ടിങ്സിലൊക്കെ നമുക്കിങ്ങനെ ഫീല് ചെയ്യുന്നുണ്ട്. ഈ തേയിലത്തോട്ടത്തിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ ചെറിയൊരു ഹോം സ്റ്റേ. ആരെ ആളുകളെ വീടാണോന്ന് അറിയില്ല, എന്തായാലും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണത്. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ്? ലെഫ്റ്റ്, ലെഫ്റ്റിലേക്കല്ലേ? പക്ഷെ ആ പേര് കാണിക്കണില്ലല്ലോടാ അവിടെ. കിണ്ണക്കോരെ കാണിക്കണില്ലല്ലോ തന്നെ. ചോദിച്ച് പോവാൻ ഗട്ടൈ എന്ന സ്ഥലം. ഓരോ സ്ഥലങ്ങളിൽ മഴ പെയ്തുകൊണ്ട് റോഡൊക്കെ നല്ല അല്ലേ ഫ്രഷ് ആയിട്ട് കിടക്കുന്നുണ്ട്. റൂട്ടുണ്ട് കേട്ടോ, ഹെയർപിൻ എത്രയോ ഹെയർപിൻ ഉണ്ട്. കുണ്ടേന്നേ ആ കുണ്ട വഴി ഇവിടേക്ക് പോവാ, നമ്മളെ അട്ടപ്പാടിക്ക് പോവാ. ഓ, അട്ടപ്പാടിക്ക് കണക്ഷൻ ഉണ്ടല്ലേ? പക്ഷെ ഹെയർപിൻ ഇഷ്ടം പോലെ ഹെയർപിന്നാ. പക്ഷെ അതിലങ്ങോട്ട് കയറ്റി വിടുക അറിയില്ല, ആ മുള്ളിക്ക് കണക്റ്റ് ആവും. ചെറിയൊരു ടൗൺ ആട്ടോ ഇവിടെ ഉള്ള. എലച്ചി പയ്യാറിനൊക്കെ അങ്ങോട്ടുള്ള സ്ഥലം. ഏതൊരു ടൗണിലെത്തിയപ്പോ നമ്മള് ഇതന്നെയാണ്. ഏതാണ്? അല്ല, ഇതിലാണ് നമുക്ക് ഇവിടേക്ക് പോവാം, അട്ടപ്പാടിക്ക്. മഞ്ചൂര്. അതെ. അങ്ങനെ ഫൈനലി നമ്മള് മാഞ്ഞൂരിന്നും ഏതാണ് മാഞ്ഞൂരെന്നും പറയാം, എന്താ അറിയില്ല. എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഹൈറ്റുള്ളൊരു ഭാഗാട്ടോ ഇവിടെ മാഞ്ഞൂര്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. കിണ്ണക്കോര റൂട്ടിലുള്ള ഒരു പ്രധാന ഒരു ടൗണാണ് ഈ മാഞ്ഞൂര്. ഊട്ടിയിൽ നിന്ന് നമ്മള് കിണ്ണക്കോര പോകുമ്പോ. അതെ. മാഞ്ഞൂർ എത്തിയപ്പോഴൊരു വ്യൂ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. ആ മേഘങ്ങൾക്കിടയിൽ വലിയൊരു മല മറഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് ചുറ്റും തേയിലത്തോട്ടങ്ങൾ. ഇതിൻ്റെ ഇടയിലൂടെ റോഡും കടന്നു പോകുന്നുണ്ട്. കിണ്ണക്കോരൈ റൂട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു, ഫോറസ്റ്റ് സെക്ഷനിലേക്ക്. വേറെ വീഡിയോസിൽ ഇതിലൊന്നും കാണുന്നത് പോലെ ഒരുപാട് കോട അങ്ങനത്തെ സംഭവം ഇപ്പം ഇല്ല. അത് ടൈമിങ്ങിന്റെ കുഴപ്പമാട്ടോ, അല്ലാതെ കിണ്ണക്കോരന്റെ പ്രശ്നമല്ല. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കോടകളൊക്കെ ഉള്ളൂ, എന്നാലും നല്ല
ഒരു കാഴ്ച തന്നെയാണ് സംഭവം. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകാണ്ട്. അപ്പൊ എന്താ അറിയാ അവിടെ ഇനി എന്താണ് സിറ്റുവേഷൻ എന്നറിയില്ല. 10 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കിണ്ണക്കോര. ഇപ്പൊ കോട കുറച്ച് കൂടുതലായിട്ട് മൂടി വരുന്നുണ്ട്. ആനല്ലേ? ആനന്റെ സൗണ്ട് അല്ലേ? ഓക്കെ ഓക്കെ റെഡി പോലെ ചെറിയ മൃഗങ്ങളെ ഓടി പോണുണ്ടായില്ല. ചെറുത് എന്താ അറിയില്ല കേട്ടോ. ചെറിയ സൗണ്ട് കേട്ടില്ലേ? ആനന്റെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കിണ്ണക്കോരയിലെത്തി അല്ലേ? ഇതാണ് കിണ്ണക്കോര. ചെറിയൊരു ഗ്രാമം അത്ര തന്നെ ഉള്ളൂ. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുന്ന വഴിയിലുള്ള ഒരു ഡ്രൈവിലുള്ള ഒരു ഫീല് അത്രേ ഉള്ളൂ. കിണ്ണക്കോരയിലെ മഴ, ഹെവി റെയിൻഫാൾ അറ്റ് കിണ്ണക്കോര. ജസ്റ്റ് കിണ്ണക്കോര ഇറങ്ങിയിട്ട് ഒന്ന് കാല് വരെ കുത്തിയിട്ടില്ല, അതുപോലെ തിരിച്ചിട്ട് പോവാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. വെറും ഡ്രൈവ് മാത്രം. അങ്ങനെ കിണ്ണക്കോര പോയിട്ട് വന്ന് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡ്രൈവ് ആസ്വദിക്കുക. നമ്മളെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാം. റോഡ് സൈഡിൽ കോട മൂടി കിടക്കും. അതൊക്കെ ഒന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കിണ്ണക്കോര. അത് ബൈക്ക് റൈഡേഴ്സിന് അതുപോലെ ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ജസ്റ്റ് വരാം. സമയം 2 മണി കേട്ടോ, ഉച്ച 2 മണി. കണ്ടില്ലേ? കിണ്ണക്കോരയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഡ്രൈവും ഈ കോട മൂടിയിട്ടുള്ള റോഡുകളും. ആ കാണുന്ന കോടുള്ള ഭാഗമാണ് കിണ്ണക്കോര. അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ ഇറങ്ങി വന്നത്. സത്യം പറയാലോ, അത് ഒരു പ്രത്യേക ഡ്രൈവ് ആസ്വദിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് കോടൊക്കെ മൂടിയൊരു സ്ഥലത്തിലൂടെയുള്ള ഒരു ഡ്രൈവ് ചെയ്യുക. അല്ലാതെ ഈ കിണ്ണക്കോര എത്തിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുന്നോ, വേറെ വ്യൂ പോയിന്റോ വേറെ സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രതീക്ഷിച്ചിട്ട് പോകാൻ നിൽക്കണ്ട. അതാണ് അതിന് നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഇപ്പോൾ.